40 ദിവസം കഴിയുമ്പോൾ കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിനെക്കുറിച്ച് ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ആർക്കായിരുന്നു മുൻതൂക്കമെന്നും ഇനി വരുന്ന ഇലക്ഷനിൽ ആർക്കായിരിക്കും സാധ്യത എന്നുള്ളത് വിലയിരുത്തുകയാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ ആദ്യം ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളൊരു ബേസിക് ഡാറ്റ ഒന്ന് പറയാം. ഇപ്പോൾ ഈ കേരളത്തിലാകെയുള്ളത് 941 ഗ്രാമപഞ്ചായത്താണ്, 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്, 14 ജില്ലാ പഞ്ചായത്തുകളാണ്, 87ഓളം വരുന്ന മുനിസിപ്പാലിറ്റികളാണ്, 6 കോർപ്പറേഷനുകളിലാണ്. ഇത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കായിട്ട് ടോട്ടൽ വോട്ടേഴ്സ് എന്ന് പറയുന്നത് 2,83,12,472 പേരാണ്. അവരുടെ ഫൈനൽ വോട്ടർ പട്ടിക ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടോട്ടൽ വാർഡുകളുള്ളതെന്ന് പറയുന്നത് നമ്പർ വളരെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ. 23,409 വാർഡുകളാണ് 1200 ലോക്കൽ ബോഡീസിലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഷിബിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ആരാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജയിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്കൊന്ന് പറയണം. 2010 തെരഞ്ഞെടുപ്പിൽ ഷിബിലി CPM-നും മുസ്ലിം ലീഗിനും, അതായത് ഇൻ്റർനാഷണൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കൂടിയിട്ട് 9,852 വരുന്ന വാർഡുകളിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. അത് വലിയ ജയമാണ്. ആ 2010 ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ 25 കൊല്ലങ്ങളിൽ 2001 ശേഷം കോൺഗ്രസ് ആദ്യമായിട്ട് ജയിച്ചത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എടുക്കുമ്പോൾ അന്ന് യഥാർത്ഥത്തിൽ UDF-ന് 90 സീറ്റുകളുടെ മേൽക്കൈ ഉണ്ടായിരുന്നു. ആ 90 സീറ്റുകളുടെ മേൽക്കൈയാണ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തത്, 72 സീറ്റുകളായി ചുരുങ്ങിയത്. പക്ഷെ അപ്പോഴും കോൺഗ്രസിന് തന്നെ അധികാരം പിടിക്കാൻ പറ്റി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് പക്ഷേ CPM-ഉമായിട്ട് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കാരണം CPM-ഉം CPI-യുടെയും മാത്രം കണക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടി ഉള്ളത് 818 പഞ്ചായത്തുകൾ അല്ലെങ്കിൽ വാർഡുകളിലാണ് അവർ ജയിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 9,852-ഉം 818 മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 1,800ഓളം വരുന്ന വാർഡുകളിലാണ് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ 2011 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും നമ്മൾ കണ്ടത്. അപ്പോൾ ലോക്കൽ ബോഡികളുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും അതൊരു സെമി ഫൈനൽ എന്ന നിലക്ക് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്, പകരം ഫൈനൽ റിസൾട്ടിലേക്കൊക്കെ എത്താറുണ്ട്. ഇതിന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. PK നായനാരുടെ കാലത്ത് വലിയ തോതിലുള്ള വിജയം LDF നേടുകയും പക്ഷേ ഒരു കൊല്ലം മുമ്പ് തന്നെ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും EK നായനാർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ CPM-ന് ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മാതൃക പലപ്പോഴും അതിനകത്ത് കാണാം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് 2010 റിസൾട്ടാണെങ്കിൽ 2015 വരുമ്പോൾ ഷിബിലി അറിയേണ്ടത് അതിൽ 7,094 സീറ്റുകൾ UDF-നും LDF-നും ഇൻ്റർനാഷണൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കൂടിയുണ്ട്. അതായത് 7,094. അതേസമയം CPM-നും CPI-ക്കും കൂടി വേണ്ടി മാത്രം 9,255 വരുന്ന നേട്ടമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള വലിയ നേട്ടം BJP-ക്ക് 2010 ഉണ്ടായിരുന്നത് 2010 BJP-ക്ക് ഉണ്ടായിരുന്നത് 480 സീറ്റുകളാണെങ്കിൽ BJP-യും 2015 വരുമ്പോൾ 1,205 വർദ്ധിക്കുന്നുണ്ട്, ഏതാണ്ട് ഇരട്ടിയിലധികമായി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ പാറ്റേൺ തന്നെയാണ് നമുക്കറിയാം 2016 തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴും നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ LDF-ന് വലിയ മുൻതൂക്കം ഉണ്ടായി. അപ്പോൾ അതേസമയം BJP-ക്ക് വലിയ മുൻതൂക്കമുണ്ടായി. ആ വോട്ടുകളെല്ലാം തന്നെ കോൺഗ്രസിൽ നിന്നാണ് തകർന്നു പോയത്. ഇനി 2020 വരുമ്പോൾ വീണ്ടും LDF, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗും കൂടിയുള്ളത് 5,694 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2010 മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം 2010 നിന്ന് അവരുടെ നമ്പർ 9,800 നിന്ന് വീണ്ടും 7,900 ചുരുങ്ങി. പിന്നെ 7,900 നിന്ന് 2020 വരുമ്പോൾ വീണ്ടും 5,654 ചുരുങ്ങാണ്. ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും. ഞാനത് പറയാൻ കാര്യം അവരാണ് ഇതിലേക്ക് മേജറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് കക്ഷികളെന്ന് പറയുന്നത്. മറ്റ് ചെറിയ കക്ഷികൾക്കൊക്കെ സീറ്റുണ്ട്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഒരുപാട് നീളും, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ 2020 വരുമ്പോൾ വീണ്ടും CPM-ന്റെ അംഗബലം എന്ന് പറയുന്നത് വലിയ തോതിൽ വർദ്ധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് 2010 7,001 ആയിരുന്നു, 2015 എത്തിയപ്പോൾ 7,982 പിന്നെ 2020 വരുമ്പോൾ 8,191 CPM-ന്റെ മാത്രം കൂടി CPI-യുടേത് 1,283 എന്ന് പറഞ്ഞാൽ 9,474 വാർഡുകളിൽ ഈ പറയുന്ന CPM-ഉം CPI-യും കൂടി മാത്രം ജയിക്കുകയും അതേസമയം കേവലം 5,694 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ തന്നെ മത്സരം അല്ലെങ്കിൽ റിസൾട്ട് മാറുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു 2010 കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ആര് വന്നു?
LDF വന്നു. എന്നാൽ 2010 പോലും CPM ഉണ്ടായിരുന്ന 8000-ലധികം വാർഡുകളിൽ ജയമാണ്. പക്ഷെ അതൊരിക്കലും ആർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല? UDF നിലനിർത്താൻ കഴിഞ്ഞില്ല. UDF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗിനും കോൺഗ്രസിനും കൂടി വന്നത് ആകെ വെറും 5654. ഇത് ആര് കൊണ്ടുപോയത് മുഴുവൻ BJP ആണ്. കാരണം BJP 1596 സീറ്റുകളിൽ വാർഡുകളിൽ അവർ ജയിക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം BJPയുടെ വളർച്ച. ആദ്യം 480, പിന്നെ 1209, പിന്നെ 1596 എന്ന് പറഞ്ഞാൽ ഒരു ലോക്കലി ഉള്ള ഗ്രിപ്പ് കുറച്ചുകൂടി ഏതാണ്ട് 3 ഇരട്ടിയായി 2010 നിന്നും BJPക്ക് എന്ത് ചെയ്തു? കൂടി. അതേസമയം 9852 2010 നേടിയിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം കോൺഗ്രസും 5654 വന്നു. അപ്പോൾ ഇതേ തകർച്ച തന്നെയാണ് നമ്മൾ പിന്നീട് 2021 നിയമസഭ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത്. കാരണം 99 സീറ്റുകളുമായി വോട്ടിൻ്റെ കാര്യത്തിലും വലിയ മെജോറിറ്റിയുമായിട്ട് ആര് വരികയാണ്? CPM അധികാരത്തിലേക്ക്, LDF അധികാരത്തിലേക്ക് വരികയാണ്. കാരണം ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത്. ഇതിൽ മേജർ വോട്ടുകൾ CPM-നോ LDF-നോ കൂടിയത് കൊണ്ട് മാത്രമല്ല ഇത് സംഭവിച്ചേക്കുന്നത് ഇവിടെ ഒരു തേർഡ് ഫോഴ്സ് ഉയർന്നു വരികയും ആ തേർഡ് ഫോഴ്സിലേക്ക് വോട്ടുകൾ മാറിപ്പോവുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ 2010 ശേഷം ഈ മേൽക്കൈ ഉള്ളതുകൊണ്ട് 2011 UDF അധികാരത്തിൽ വന്നുവെങ്കിൽ 2015 ശേഷം എന്തുകൊണ്ടാണ് CPM-ഉം LDF-ഉം അധികാരത്തിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ് 2020 ശേഷം അധികാരത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ പുലർത്താനായിട്ട് പലപ്പോഴും ഈ പറയുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അവർക്ക് വലിയ മേൽക്കൈയുള്ള മേഖലകളിൽ പോലും ഇത്തരത്തിലുള്ള ശ്രദ്ധ അവർ പുലർത്താറില്ല. അതുകൊണ്ട് പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ അവർ എന്ത് ചെയ്യാറുണ്ട്? തോക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, ഇപ്പോൾ ഇലക്ഷന് 40 ദിവസമുള്ളൂ. ഇപ്പോഴത്തെ മുന്നണികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മുന്നണികളുടെ പ്രവർത്തനങ്ങളിൽ CPM ബഹുദൂരം മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. CPM-നെ നമുക്കറിയാമല്ലോ, എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള സിസ്റ്റം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചുകളുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റികളുണ്ട്. ആ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എണ്ണയിട്ട മെഷീൻ പോലെ കൃത്യമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കൃത്യമായിട്ടുള്ള ഡയറികൾ അടിച്ചുകൊണ്ട് ഏത് ഡേറ്റിനകം എന്ത് പൂർത്തിയാക്കണം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹാൻഡ് ബുക്ക് പോലും അവർ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ളൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ BJPയുടെ അവകാശവാദം എന്ന് പറയുന്നത് 16,000 സ്ഥലങ്ങളിൽ അവർ ബൂത്ത് തലത്തിൽ 7 പേരുടെ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. ആ 7 പേരുടെ കമ്മിറ്റിയിൽ ഒരു 18 വയസ്സിനും 25 വയസ്സിനോടൊക്കെയുള്ള ഒരാളുണ്ടാവണം, അതുപോലെ ഒരു വനിത ഉണ്ടാവണം, പിന്നെ ഒരു ഈ പറയുന്ന പോലെ മറ്റു പിന്നോക്കക്കാരുണ്ടാവണം എന്നൊക്കെയുള്ള നിലക്ക് ഒരു ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവണം എന്നുള്ള നിലക്കൊക്കെയുള്ള ഒരു 7 പേരുടെ കമ്മിറ്റി. ആ 7 പേരുടെ കമ്മിറ്റിയാണ് അവിടെ വാർഡിൽ ഓരോ സ്ഥാനാർത്ഥിയും തീരുമാനിക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള, അല്ലെങ്കിൽ അവരുടെ യോഗമാണ് തീരുമാനിക്കാൻ പോകുന്നതെന്നുള്ള കുറച്ചുകൂടി പറഞ്ഞ പോലെ മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ് അവർ കൃത്യമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഷിബിലി പറയുന്നത് അവർ 16,000 സ്ഥലങ്ങളിൽ അത് രൂപീകരിച്ചു എന്ന് പറയുന്നതൊന്നും ശരിയല്ല. 23,000 സംതിങ് ആണ് ഇവിടെ ടോട്ടൽ വാർഡുകളുള്ളത്. അതിൽ പക്ഷേ BJP ഒരു 8,000 9,000 വാർഡുകളിൽ അത്തരത്തിലുള്ള പ്രവർത്തനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഷിബിലിയോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1596 നിന്ന് അത് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 3000-ഓ 3500-ഓ എങ്കിലും ആക്കാൻ കഴിയുമോ എന്ന് പറയുന്ന പരിശ്രമമാണ് അവർ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ വലിയ തോതിൽ ശ്രദ്ധിക്കാത്തൊരു പാർട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു ഗംഭീരമായി വർക്ക് നടക്കാത്തത് എന്ന് പറയുന്നത് പലപ്പോഴും UDF-ൻ്റെ അകത്താണ്. മുസ്ലിം ലീഗിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും വർക്ക് കുറച്ച് നടക്കുന്നത് ഞാൻ കാണുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അകത്താണ്. അതിപ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല, പകരം അവരും പണിയെടുക്കാതിരിക്കുന്നില്ല. പക്ഷെ അവർ ഗംഭീരമായിട്ടുള്ള പണി തന്നെ എടുക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവരൊരു ഈ കേഡർ സിസ്റ്റം ഒന്നും അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ തന്നെ BJPയുടെ ഓഫീസിൽ പോകുമ്പോൾ അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എത്ര ദിവസം മിഷൻ 40 ഡേയ്സ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇലക്ട്രോണിക് ബോർഡൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചേക്കണം. നമ്മൾ കണ്ടു എല്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ നിന്ന്. അപ്പോൾ അത്തരത്തിൽ അവർ CPM-ഓ അല്ലെങ്കിൽ BJP ചെയ്യുന്ന പോലെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ വർക്ക് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയുമോ ഷിബിലി? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ ചിലൊരു കാര്യം തന്നെ പറയാം. അതായത് ഇവിടെ കൊച്ചി കോർപ്പറേഷൻ എടുക്കാം. കൊച്ചി കോർപ്പറേഷനിൽ നമുക്കറിയാമല്ലോ, അതായത് കോൺഗ്രസ്സിന് ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള ഏരിയ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കൊച്ചി എറണാകുളമാണ്. നമുക്കറിയാം കഴിഞ്ഞ തവണ തന്നെ ഇവിടുന്ന് എത്ര MLA-മാരുണ്ട്, 8 MLA-മാരുണ്ട്. അതായത് 21-22 MLA-മാർ ആകെ നിയമസഭയിലുള്ളത് 8 പേരും കൊച്ചിയിൽ നിന്നാണ്. അനൂപ് ജേക്കബ് ഒഴികെ 9 സീറ്റും UDF ആണ് ജയിച്ചത്. 5 സീറ്റാണ് ആകെ എന്ത് ചെയ്യാൻ പറ്റിയത്, ഈ പറയുന്ന
LDFന് അല്ലെങ്കിൽ CPM-നൊക്കെ ജയിക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ജയിക്കാൻ പറ്റുമ്പോൾ പോലും ഇവിടെ വലിയ തോതിൽ വോട്ടുണ്ട്. 2010 ഇവർക്ക് ഏതാണ്ട് 35,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. ഇവിടെ കൊച്ചിൻ കോർപ്പറേഷനിൽ മാത്രമേ ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ UDF-ഉം അതുപോലെ LDF-ഉം തമ്മിൽ. 2015 വരുമ്പോൾ അത് പിന്നെയും ഏതാണ്ട് ഒരു 10,000 വോട്ടിൻ്റെ വ്യത്യാസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ആ 2015 വരുമ്പോൾ ഒരു 17,000 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസമായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അതിനുശേഷം പിന്നെയും വരുമ്പോൾ ഷിബിലി അറിയേണ്ടത് 2020 വരുമ്പോൾ കൃത്യമായിട്ടൊരു 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലേക്ക് അത് എന്ത് ചെയ്തു, കുറഞ്ഞു. പക്ഷെ അങ്ങനെ കുറയുമ്പോൾ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UDF-ന് അന്നേരം 30 സീറ്റുണ്ട്, അന്നേരം LDF-ന് എത്രയേ ഉള്ളൂ, 28 ഉള്ളൂ, BJP-ക്ക് 5 സീറ്റുണ്ട്. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും CMP-യുടെയും ഒക്കെ, അതായത് സ്വതന്ത്രമായിട്ട് മാത്രം ജയിച്ചിട്ടില്ല. അവർ പലരും ചില പാർട്ടി സപ്പോർട്ടോടു കൂടിയാണ്, അത് CPM-നൊക്കെ LDF-നൊക്കെ സപ്പോർട്ടോടുകൂടിയുണ്ട്, ചില കോൺഗ്രസ് വിമതന്മാരുണ്ട്, അങ്ങനെ 9 പേരുണ്ട്. അപ്പോൾ അവരെല്ലാം നേരെ പിടിച്ചുകൊണ്ടാണ് ആരെ എന്ത് ചെയ്തിട്ടുള്ളത്, ഭരണത്തിൽ CPM അധികാരത്തിൽ ഇരുന്നിട്ടുള്ളത്. അതായത് ഈ കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ഈ 3 തവണയും ഏറ്റവും കുറഞ്ഞത് 10,000 വോട്ടിൻ്റെ ഡിഫറൻസ് എങ്കിലും UDF-നും LDF-ഉം തമ്മിലൊക്കെ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള വലിയ അനാലിസിസ് എന്ന് പറയുന്നത് ഷിബിലി അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്. കാരണം ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ 2010 34,530 2015 വരുമ്പോൾ അത് 16,923 2020 വരുമ്പോൾ 10,315. ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, കാരണം നമ്മൾ സ്വതന്ത്രരെയൊന്നും ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. ചിലപ്പോൾ CPM-ൻ്റെ പിന്തുണയോട് ജയിച്ചവരും കോൺഗ്രസിൻ്റെ റിബലായി ജയിച്ചവരും ഒക്കെ നമ്മൾ കൂട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ കൂട്ടാതെ 2010 34,000-ഉം 2015 എത്തുമ്പോൾ ഏതാണ്ട് 17,000-ഉം 2020 എത്തുമ്പോൾ 10,315 വോട്ടിൻ്റെ കൂടുതലുള്ളത് UDF-ന് തന്നെയാണ്. പക്ഷെ എന്നിട്ടും കൊച്ചി കോർപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഭരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ വലിയ വോട്ടിൻ്റെ ഇതുപോലെയുള്ള വ്യത്യാസം, ഞാനിപ്പോൾ കണക്കുകൾ പറയുന്നില്ല കൂടുതൽ. ഇപ്പോൾ തൃശ്ശൂർ അത്തരത്തിലുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ വലിയ ഗുണം ഈ പറയുന്ന പോലെ ആർക്കുണ്ട്, കോൺഗ്രസിനുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സംഘടനാ സ്ട്രക്ചർ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ സുരേഷ് ഗോപിയുടെ പ്രശ്നമായിട്ടുള്ള കലിങ്ക്, മറ്റേ കലിങ്കിൻ്റെ മുകളിലോ കലിങ്കിൻ്റെ അടിയിലോ ഒക്കെ ഇരുന്ന് പുള്ളി ഒരു സംവാദമൊക്കെ നടത്തുന്നുണ്ടായല്ലോ. ആ സംവാദത്തിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോർപ്പറേഷനിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ എങ്ങനെ എന്ത് ചെയ്യാം, അതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. കോർപ്പറേഷൻ്റെ ഭരണം തരൂ, നമ്മളെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ അതുപോലെയുള്ള പണികൾ അവർ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുമോ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഓൾമോസ്റ്റ് പിടിക്കാം എന്ന് പറയുന്ന ഒരു ധാരണയിലൊക്കെ അവരെത്തിയിട്ടുണ്ട്. കൊച്ചിയിലും അതുപോലെ തൃശ്ശൂരൊക്കെ ഇനി കോർപ്പറേഷൻ പിടിച്ചില്ലെങ്കിൽ പോലും വലിയ തോതിലുള്ള മെച്ചപ്പെടുത്തൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോഴത്തന്നെ അവർക്ക് 7 സീറ്റുണ്ട്, അത് അവർക്ക് 20 ആക്കണം എന്നൊക്കെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു 10 സീറ്റിലേക്ക് വേണമെങ്കിൽ എന്ത് എത്തിയേക്കാം. അപ്പം അത്തരത്തിലുള്ള വലിയ ഒരു ഘട്ടമാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇതൊരു ചൂണ്ടുപലകയാണ് എന്നുള്ളതാണ്. കാരണം 2026 തെരഞ്ഞെടുപ്പിലേക്കുള്ള പാർട്ടിയെ സജ്ജമാക്കാനും അണികളെ കുറേ കൂടി ഉത്സാഹഭരിതരാക്കാനും കുറേ കൂടി കൗൺസിലേഴ്സിനെയും കുറേ കൂടി പഞ്ചായത്ത് വാർഡ് മെമ്പറെയൊക്കെ സൃഷ്ടിച്ചാൽ തീർച്ചയായിട്ടും അതൊരു വലിയ ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അവർക്ക് പാകാൻ കഴിയും ഏതൊരു പാർട്ടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം.